ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു പെരുന്നാൾ കൂടാനാണ്. എവിടെയല്ല, പള്ളിപ്പുറം പള്ളിയുടെ പെരുന്നാൾ കൂടാനാണ്. ഭയങ്കര വിശേഷപ്പെട്ട പള്ളിയാണ്. അപ്പം ആദാമിൻ്റെ പള്ളിയാണ്. അപ്പം ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ എന്നെ ഇന്ന് അവിടെ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആഗസ്റ്റ് 15 അന്ന് വൈകുന്നേരം ബോട്ടൊക്കെ വെഞ്ചരിച്ച് കടലിലേക്ക് ഇറക്കുന്ന ദിവസമാണ്. അപ്പോൾ അത് കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണെന്നാണ് എന്നോട് ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. എന്നാൽ നമുക്ക് വീഡിയോ എന്നതേ ഞങ്ങൾ റെഡി ആയത് നേരെ പള്ളിയിലോട്ടെത്തി. അങ്ങനെ പള്ളിയുടെ റോഡിലെത്തി നേരെ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഈ പള്ളി എന്ന് പറയുന്നത് ഒരു വിശേഷപ്പെട്ട പള്ളിയാണ്. മഞ്ഞുമാതാവിൻ്റെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ടിപ്പുവിൻ്റെ കാലത്ത് ടിപ്പുവിൻ്റെ സൈന്യങ്ങളെല്ലാം ചേർന്ന് ഇവിടെയുള്ള പള്ളികളെല്ലാം തകർക്കുകയായിരുന്നു. അപ്പോൾ പള്ളിയും കോട്ടയങ്ങളും ഒക്കെ തകർക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പള്ളി തകർക്കാനായിട്ട് വന്നപ്പോൾ മാതാവ് മഞ്ഞുകൊണ്ട് ഈ പള്ളിയെ മറിച്ച് കളഞ്ഞു എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം എന്നറിയപ്പെടുന്നത്. അപ്പം ഇത് ഓരോരുത്തർ പറഞ്ഞുള്ള കഥകളാണ്. എത്രത്തോളം ഐതിഹ്യം ശരിയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അടുത്തെത്തി. അപ്പം ഇഷ്ടം പോലെ കടകളുണ്ടായിരുന്നു, ഒരുപാട് കടകളുണ്ടായിരുന്നു. ലൈറ്റിങ് എടുത്തു പറയേണ്ട കാര്യമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ ആ പള്ളിയിൽ അതുപോലെ രൂപങ്ങളൊക്കെ ചെയ്ത് ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലൈറ്റിൻ്റെയും കടകളും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെടികളുടെ സെക്ഷനിൽ ചെന്നപ്പോഴാണ്. അപ്പോൾ ചെടികൾ മേടിക്കാൻ, എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെടികൾ മേടിക്കാനായിട്ട് ഞങ്ങളവിടെ ചെന്ന് നിന്നു. അപ്പോൾ ഞങ്ങൾ റോസ മേടിച്ചു. 3 റോസയ്ക്ക് 100 രൂപയും പിന്നെ ഒരു ജമന്തി മേടിച്ചു. അതിന് ചേരുന്ന ചെടിച്ചട്ടിയൊക്കെ അവിടെ നിന്ന് മേടിച്ചു. ചെടിച്ചട്ടിയൊക്കെ ലാഭമായിരുന്നു കേട്ടോ. 5 എണ്ണത്തിന് 100 രൂപയായിട്ട് മേടിച്ചു. പിന്നെ അവിടുന്ന് സ്നാക്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പള്ളിയുടെ മുറ്റത്തെത്തി. അപ്പോൾ പള്ളിയുടെ മുറ്റത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പെരുന്നാൾ 15 വിശേഷപ്പെട്ട ദിവസം. കാരണം അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ബോട്ടൊക്കെ വെഞ്ചരിച്ച് അവർ കടലിലേക്ക് ഇറക്കുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സമയങ്ങളിൽ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിക്കാരിലെല്ലാം ഞങ്ങൾക്ക് ചുറ്റും നടന്ന് കാണാനായിട്ടൊക്കെ പറ്റി. ഒരുപാട് ലൈറ്റിങ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൈറ്റിംഗ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലൈറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്. കാരണം രാത്രിയിലാണ് നമുക്ക് ആ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. പെരുന്നാൾ കാണാൻ രാത്രിയിലാണ് പോകേണ്ടതെന്നൊക്കെ പറയുന്നതൊക്കെ സത്യ കാര്യങ്ങളാട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഒരു സാധനം ഈ വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ട് ഇതാക്കുന്നതാണ്. അപ്പോൾ അത് മേടിച്ച് കഴിച്ചു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാൽ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളത് അവിടെ ഇരുന്ന് കഴിച്ച് നല്ല സമാധാനമായി പോകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ബോംബെ പൂടൊക്കെ മേടിച്ച് ഞാൻ അതൊക്കെ തിന്നു. ഇതാണ് ആ പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്ന കായൽ. അപ്പോൾ ഇവിടെ നിന്നാണ് ബോട്ടൊക്കെ വെഞ്ചരിച്ച് കടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടു. ഞങ്ങൾ അതിലെല്ലാം നടന്നു. പള്ളിക്കുള്ളിലൊക്കെ കയറിയതിന് ശേഷം ഞങ്ങൾ നേരത്തെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പെരുന്നാൾ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ.